എല്ലാവർക്കും നമസ്കാരം. ബഹ്റൈനിലോ അല്ലെങ്കിൽ ഗൾഫ് മൊത്തത്തിലോ യുദ്ധത്തിന്റെ ഒരു അരക്ഷിതാവസ്ഥ ഇതുവരെ രൂപപ്പെട്ടിട്ടില്ല എന്നതാണ് വാസ്തവം. യുദ്ധഭീതിയുണ്ട്, എല്ലാവരും നല്ല യുദ്ധഭീതിയുണ്ട്. മാധ്യമങ്ങൾ വരുന്നത് പോലെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പോലെയോ വലിയൊരു അരക്ഷിതാവസ്ഥ ഈ ഭൂമികയിൽ എവിടെയും ഉണ്ടായിട്ടില്ല. അതിന് പ്രത്യേക കാരണം ഇവിടുത്തെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ കരുതൽ തന്നെയാണ്. മഹാമാരിയായിരുന്ന കോവിഡ് വന്നപ്പോൾ പോലും ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും വാതിലുകൾ അടച്ചപ്പോൾ അകത്തും പുറത്തും വാതിലുകൾ തുറന്നിട്ട ഒരു രാജ്യമാണ് ഞാൻ അടക്കം വസിക്കുന്ന ബഹ്റൈൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബഹ്റൈനിൽ ഇവിടുത്തെ പൗരന്മാരെയും വിദേശത്ത് നിന്ന് ഇവിടെ ജോലിക്കെത്തിയ നമ്മളെപ്പോലുള്ള ആളുകളെയും എല്ലാവരെയും ഒരേ പരിഗണനയിലാണ് അവർ കരുതുന്നതും സംരക്ഷിക്കുന്നതും. ശത്രുക്കളുടെ താവളം ഇവിടെ ഉണ്ട് എന്ന ലക്ഷ്യം വെച്ചാണ് ഇവിടെ ഇറാൻ മിക്ക ആക്രമണങ്ങളും നടത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പിഴച്ചു പോകുന്നത് അങ്ങനെ സംഭവിക്കുകയല്ലാതെ അത് തന്നെ ആക്രമണങ്ങൾ മുഴുവനും ബഹ്റൈൻ ഭരണകൂടം വളരെ സമർത്ഥമായി പ്രതിരോധിക്കുകയും തകർക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ ആശ്വാസം. അതുകൊണ്ട് തന്നെ ബഹ്റൈൻ കിംവദന്തികൾ പ്രചരിപ്പിക്കാതിരിക്കാൻ ഗൾഫ് മൊത്തം ഉണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല റെസിസ്റ്റൻസ് ഇവിടെയുണ്ട്. യുദ്ധം തുടങ്ങിയ ആദ്യത്തെ 1-2 മണിക്കൂറുകളിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ വന്ന വലിയ തരത്തിലുള്ള കിംവദന്തികളും മറ്റു പ്രചരണങ്ങളും, വാസ്തവവും അവാസ്തവവുമായ പ്രചരണങ്ങൾ, അതിനൊക്കെ കടിഞ്ഞാടിനാൽ പല പ്രാവശ്യം ഇവിടെ അനൗൺസ് ചെയ്യുകയും സോഷ്യൽ മീഡിയകളിലൊക്കെ അറിയിക്കുകയും ചെയ്ത ശേഷമാണ് അവർ ഈ കർശന നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് രാജ്യത്തിന്റെയും നമ്മുടെയും സുരക്ഷയ്ക്ക് തന്നെയാണെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും മാധ്യമങ്ങളിൽ വരുന്ന നല്ല സാഹചര്യം അല്ലെങ്കിൽ അത്രമാത്രം ടെൻഷൻ നിങ്ങളെ സംബന്ധിച്ചില്ല എന്നറിയുമ്പോൾ സത്യത്തിൽ ആശ്വാസമാണ്. കാരണം അവിടെ മലയാളികളുടെ വലിയൊരു സമൂഹമുണ്ട്. അവരെക്കുറിച്ചുള്ള ആശങ്ക നാട്ടിൽ അത്രമാത്രമുണ്ട്. ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഗവൺമെൻറ് ഓഫീസ് ആക്രമിക്കപ്പെടുന്നു, അവിടെ തീപിടുത്തം ഉണ്ടാകുന്നു, വാട്ടർ ഡിസാലിനേഷൻ സെൻറ്റർ ആക്രമിക്കപ്പെടുന്നു എന്നൊക്കെ ഉള്ള വാർത്തകൾ വരുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുക എന്നതാണ് ഇവിടെയും മാധ്യമങ്ങൾ ചെയ്യുന്നത്. ശ്രീ ഫൈസൽ, ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ ഇതുവരെയുള്ള സ്വതന്ത്ര സഞ്ചാരം അത് തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്ക് ഷെൽട്ടറുകളിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരുന്നുണ്ടോ ബഹ്റൈനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ? ഒരിക്കലുമില്ല. ഷെൽട്ടറുകൾ എന്ന സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ സഞ്ചാരത്തിനും ഒരു സ്വാതന്ത്ര്യമില്ല. അനാവശ്യമായി